ആൽക്കട്രാസ് ദ്വീപ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു തണുത്ത കുളിര് പടരുന്നു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ മഞ്ഞുമൂടിയ തിരമാലകൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ ചെറുദ്വീപ് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും ഭയാനകമായ തടവറയായിരുന്നു. ദ റോക്ക് എന്ന് വിളിപ്പേര് വീണ ഈ ദ്വീപ് കുറ്റവാളികളുടെ ശിക്ഷാകേന്ദ്രം മാത്രമല്ല, അനേകം ദുരൂഹ കഥകളുടെയും ഭീതിതമായ അനുഭവങ്ങളുടെയും താവളമാണ്. ആൽക്കട്രാസിന്റെ കല്ലറകൾക്കുള്ളിൽ ഒരിക്കലും പുറത്തു വരാത്ത രഹസ്യങ്ങളും ശാന്തമായി ഉറങ്ങാത്ത ആത്മാക്കളുടെ നിലവിളികളും ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് വിശ്വാസം. ഈ ദ്വീപിന്റെ ചരിത്രം കേവലം ഒരു തടവറയുടേതു മാത്രമല്ല, അത് ഭയത്തിൻ്റെയും നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെയും വിവരിക്കാനാകാത്ത അനുഭവങ്ങളുടെയും കഥയാണ്. ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കുറ്റവാളികൾ ഇവിടെ തടവിലായിരുന്നു. എന്നാൽ അവരിൽ ചിലർ ഈ ദ്വീപ് ഒരിക്കലും വിട്ടു പോയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. ആൽക്കട്രാസിന്റെ തണുത്ത കല്ലറകൾ, നിശബ്ദമായ ഇടനാഴികൾ, ഒറ്റപ്പെട്ട സെല്ലുകൾ, ഇവയെല്ലാം ഇന്നും ഭീതിയുടെ കഥകൾ പറയുന്നു. ഈ വീഡിയോയിൽ ആൽക്കട്രാസിന്റെ ചരിത്രവും അതൊരു ഗോസ്റ്റ് ഐലൻഡായി മാറിയതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ദുരൂഹതകളും നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക്. ആൽക്കട്രാസ് ദ്വീപിന്റെ ചരിത്രം 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ആരംഭിക്കുന്നത്. 1775 സ്പാനിഷ് നാവികനായ ജുവാൻ മാനുവൽ ഡി അയാല ആണ് ഈ ദ്വീപിനെ ആദ്യമായി രേഖപ്പെടുത്തിയത്. ഇസ്ല ഡി ലോസ് ആൽക്കട്രാസസ് അഥവാ പെലിക്കൻ ദ്വീപ് എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചത്. കാരണം ദ്വീപിൽ ധാരാളം പെലിക്കനുകൾ ഉണ്ടായിരുന്നു. 1848 മെക്സിക്കൻ അമേരിക്കൻ യുദ്ധത്തിന് ശേഷം ഈ ദ്വീപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കൈവശമായി. 1850കളിൽ സാൻ ഫ്രാൻസിസ്കോയുടെ തീരപ്രദേശത്തെ സംരക്ഷിക്കാൻ ഒരു സൈനിക കോട്ടയായി ആൽക്കട്രാസ് ഉപയോഗിച്ചു. 1854 ഒരു വിളക്കുമാടം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇത് പടിഞ്ഞാറൻ തീരത്തെ ആദ്യത്തെ വിളക്കുമാടങ്ങളിലൊന്നായിരുന്നു. 1861 ആൽക്കട്രാസ് ഒരു സൈനിക തടവറയായി മാറി. ആഭ്യന്തര യുദ്ധകാലത്ത് കോൺഫെഡറേറ്റ് അനുഭാവികളെയും മറ്റ് തടവുകാരെയും ഇവിടെ പാർപ്പിച്ചു. എന്നാൽ 1934 ആൽക്കട്രാസ് ഒരു ഫെഡറൽ തടവറയായി മാറിയപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭീകര പ്രശസ്തി ആരംഭിച്ചത്. അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളായ കുറ്റവാളികളെ ഇവിടേക്ക് അയച്ചു. അൽ കപോൺ, ജോർജ് മെഷിംഗൻ കെല്ലി, റോബർട്ട് സ്കൗട്ട് എന്നിവരായിരുന്നു അത്. തടവറയുടെ രൂപകൽപ്പന അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. ദ്വീപിൻ്റെ ഒറ്റപ്പെട്ട സ്ഥാനം, തണുത്ത കടൽ, ശക്തമായ ഒഴുക്കുകൾ എന്നിവ ചേർന്ന് ആൽക്കട്രാസിനെ എസ്കേപ്പ് പ്രൂഫ് ആക്കി. 29 വർഷത്തെ പ്രവർത്തനകാലത്ത് 36 തടവുകാർ 14 വ്യത്യസ്ത രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ആരും വിജയിച്ചിട്ടില്ലെന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത്. 1963 ഉയർന്ന ചെലവും പഴക്കവും കാരണം തടവറ അടച്ചുപൂട്ടി. പിന്നീട് 1970കളിൽ ആൽക്കട്രാസ് ഒരു ദേശീയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. എന്നാൽ ഇതിൻ്റെ ഭൂതകാലം ഒരിക്കലും മങ്ങിയില്ല. ആൽക്കട്രാസ് ദ്വീപിൻ്റെ ഗോസ്റ്റ് ഐലൻഡ് എന്ന പ്രശസ്തി അതിൻ്റെ തടവറയുടെ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെട്ടു തുടങ്ങി. തടവുകാരുടെ ദുരിതപൂർണമായ ജീവിതം, ഒറ്റപ്പെടലിൻ്റെ ഭീകരത, ദുരൂഹമായ മരണങ്ങൾ, ഇവയെല്ലാം ഈ ദ്വീപിനെ ഭയത്തിൻ്റെ പ്രതീകമാക്കി. തടവറയുടെ കല്ലറകൾക്കുള്ളിൽ തടവുകാർ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിച്ചു. ഡി ബ്ലോക്ക് എന്നറിയപ്പെട്ടിരുന്ന ഒറ്റപ്പെടുത്തൽ സെല്ലുകൾ, ദി ഹോൾ എന്ന ഭയാനകമായ ഇരുണ്ട മുറി, ഇവിടങ്ങളിൽ നിന്ന് പലരും തിരിച്ചു വന്നത് മനോനില തകർന്ന അവസ്ഥയിലായിരുന്നു. ആൽക്കട്രാസിന്റെ ഭീതിതമായ പ്രശസ്തി ശക്തിപ്പെടുത്തിയത് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പാരാനോർമൽ സംഭവങ്ങളാണ്. 1970കളിൽ ദ്വീപ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയപ്പോൾ സന്ദർശകരും ഗൈഡുകളും അസാധാരണമായ അനുഭവങ്ങൾ വിവരിച്ചു. ഡി ബ്ലോക്കിന്റെ 14-ാം സെല്ലിൽ ഒരു തടവുകാരൻ 1940കളിൽ കണ്ണുകൾ തിളങ്ങുന്ന ഒരു ജീവി തൻ്റെ കഴുത്ത് ഞെരിച്ചതായി പറഞ്ഞു. അയാളെ പിറ്റേന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഔദ്യോഗികമായ കാരണം വെളിപ്പെടുത്തിയില്ല. ഇന്നും ഈ സെല്ലിൽ തണുപ്പും ഭയാനകമായ ഒരു സാന്നിധ്യവും അനുഭവപ്പെടുന്നതായി സന്ദർശകർ പറയുന്നു. രാത്രി ഗൈഡുകൾ പലപ്പോഴും വിശദീകരിക്കാനാകാത്ത ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. സെല്ലുകൾക്കുള്ളിൽ നിന്നുള്ള കരച്ചിൽ, ചങ്ങലകളുടെ ശബ്ദം, കാലടികൾ. 1990കളിൽ ഒരു ഗൈഡ് സെൽ ബ്ലോക്ക് സിയിൽ ഒരു ബാൻജോയുടെ ശബ്ദം കേട്ടതായി റിപ്പോർട്ട് ചെയ്തു. ഇത് ശ്രദ്ധേയമാണ്, കാരണം അൽ കപോൺ തൻ്റെ തടവുകാലത്ത് ബാൻജോ വായിച്ചിരുന്നു. ആൽക്കട്രാസിൻ്റെ ഏറ്റവും പ്രശസ്തമായ സംഭവങ്ങളിലൊന്നാണ് 1962 രക്ഷപ്പെടൽ ശ്രമം. ഫ്രാങ്ക് മോറിസും ആംഗ്ലിൻ സഹോദരന്മാരും ഒരു കിടക്കവിരി, സോപ്പ്, മറ്റു വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് റാഫ്റ്റ് നിർമ്മിച്ച് ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ മുങ്ങി മരിച്ചുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. എന്നാൽ അവരുടെ ശരീരങ്ങൾ ഒരിക്കലും കണ്ടെത്തിയില്ല. ഇന്നും ചിലർ വിശ്വസിക്കുന്നത് അവർ ദ്വീപിൽ തിരിച്ചെത്തി അവരുടെ ആത്മാക്കൾ ഇവിടെ അലയുന്നുവെന്നാണ്. ആൽക്കട്രാസിന്റെ ഭൂതകാലത്തിന് നേറ്റീവ് അമേരിക്കൻ ബന്ധങ്ങളുമുണ്ട്. 1969 മുതൽ 1971 വരെയുള്ള കാലഘട്ടത്തിൽ നേറ്റീവ് അമേരിക്കൻ പ്രവർത്തകർ ദ്വീപ് കൈയടക്കി തങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രതിഷേധിച്ചു. അവർ പറഞ്ഞത് ദ്വീപിൽ ദുഷ്ടാത്മാക്കൾ ഉണ്ടെന്നാണ്.
ഈ വിശ്വാസം തടവറയുടെ ഭയാനകമായ ചരിത്രവുമായി ചേർന്ന് ആൽക്കട്രാസിന്റെ ഗോസ്റ്റ് ഐലൻഡ് പ്രശസ്തിയെ ശക്തിപ്പെടുത്തി. ഇന്ന് ആൽക്കട്രാസ് ഒരു ജനപ്രിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എന്നാൽ സന്ദർശകർ പലപ്പോഴും അസാധാരണമായ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫോട്ടോകളിൽ നിഴലുകൾ, വിചിത്രമായ പ്രകാശങ്ങൾ അല്ലെങ്കിൽ വിശദീകരിക്കാനാകാത്ത രൂപങ്ങൾ എന്നിവ പ്രത്യക്ഷപ്പെടുന്നു. ചിലർ പറയുന്നത് തടവറയുടെ ഇടനാഴികളിൽ ഒരു ഭാരമുള്ള അന്തരീക്ഷം അനുഭവപ്പെടുന്നുവെന്നാണ്. ആൽക്കട്രാസ് ദ്വീപ് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. അതിൻ്റെ തണുത്ത കല്ലറുകൾ, നിശബ്ദമായ ഇടനാഴികൾ, ഒറ്റപ്പെട്ട സെല്ലുകൾ ഇവയെല്ലാം ഒരു കാലത്ത് ജീവിച്ചിരുന്നവരുടെ കഥകൾ പറയുന്നു. എന്നാൽ ആ കഥകൾ ശാന്തമായി അവസാനിച്ചിട്ടില്ല. ദ്വീപിൻ്റെ ഓരോ മൂലയിലും ഒരു അദൃശ്യ സാന്നിധ്യം ഒളിഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. നിലവിളികൾ, ചങ്ങലകളുടെ ശബ്ദം അല്ലെങ്കിൽ ഒരു ബാൻജോയുടെ മന്ത്രനാദം ഇവയെല്ലാം ആൽക്കട്രാസിൻ്റെ ഭൂതകാലം ഇന്നും ജീവിക്കുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. ആൽക്കട്രാസിൻ്റെ ദുരൂഹത അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊരു തടവറ മാത്രമല്ല, മനുഷ്യൻ്റെ ഏറ്റവും ഇരുണ്ട വശങ്ങളുടെ പ്രതിഫലനമാണ്. ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവർ, അവിടെ ജീവിച്ചവർ, മരിച്ചവർ, അവരുടെ ആത്മാക്കൾ ഇന്നും ആൽക്കട്രാസിൻ്റെ കല്ലുകൾക്കിടയിൽ അലയുന്നുവോ? ആർക്കറിയാം. ഒരു കാര്യം ഉറപ്പാണ്, ആൽക്കട്രാസ് സന്ദർശിക്കുന്നവർ അവിടെ നിന്നും മടങ്ങുമ്പോൾ ഒരു ഭയത്തിൻ്റെ നിഴൽ അവരോടൊപ്പം കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് ധൈര്യം പരീക്ഷിക്കാൻ ആൽക്കട്രാസിൻ്റെ തീരത്തേക്ക് പോകാൻ തയ്യാറാണോ? അല്ലെങ്കിൽ ഈ ദ്വീപിൻ്റെ രഹസ്യങ്ങൾ അതിൻ്റെ തണുത്ത കല്ലുകൾക്കിടയിൽ തന്നെ ഒളിഞ്ഞിരിക്കട്ടെ? ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.